തൃശൂർ പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച നടന്ന് ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ ഇനിയും പിടികൂടാനായിട്ടില്ല പോലീസിന്. കവർച്ച നടത്തി രക്ഷപ്പെട്ട പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടും കേസിൽ തുമ്പ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കവർച്ച നടന്ന പോട്ടയിലെ ഫെഡറൽ ബാങ്കുമായി ബന്ധമുള്ള മലയാളിയാണ് മോഷണത്തിന് പിന്നിൽ എന്നാണ് നിലവിലെ സംശയം. ജോയ്മോനുണ്ട് തൃശൂരിൽ നിന്ന്. ജോയ്മോൻ, ഈ പറഞ്ഞതുപോലെ പ്രതി ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഈ ബാങ്കിൽ ബന്ധമുള്ള ഒരു മലയാളി സഹായിച്ചിരിക്കാം എന്നൊരു വിലയിരുത്തലുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു ലീഡിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ടോ? സേതു, ഇപ്പോൾ പട്ടാപ്പകൽ തൃശ്ശൂർ നഗരത്തിൽ നടന്ന ഈ കവർച്ചയിൽ യാതൊരു തുമ്പം കിട്ടാതെ പോലീസ് അന്വേഷണം എഴുകയാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതായത് ഇപ്പോൾ ഒരു ദിവസം പിന്നിട്ടിട്ടും പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ പ്രതി കവർച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും, അതുപോലെ തന്നെ പ്രതിയുടെ സ്കൂട്ടർ, അതായത് TVS എൻഡോർ സ്കൂട്ടർ, തൃശ്ശൂർ ജില്ലയിൽ 400-ൽ താഴെ മാത്രം സ്കൂട്ടറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടും പ്രതിയിലേക്ക് അടുക്കാനോ, അതിൽ പ്രതിയിൽ ആരാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിലോ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാളാണോ അതോ അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ആളാണോ കവർച്ച നടത്തിയതെന്ന് പോലും ഉറപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഇതുവരെ. അതായത് കവർച്ചയ്ക്കിടയിൽ കത്തി കാണിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തുന്നതിനിടെ പ്രതി ഹിന്ദിയിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു തരത്തിലേക്ക്, അതല്ല കവർച്ച നടത്തിയ പ്രതി അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ആളാണെന്ന രീതിയിലേക്ക് അന്വേഷണം നീങ്ങിയെങ്കിലും പക്ഷേ അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന തരത്തിലുള്ള അത് ഉപേക്ഷിച്ചെങ്കിൽ തന്നെയാലും ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ അന്യ ജില്ലകളിലേക്കോ പ്രതി മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒളിവിൽ പോയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അതിനുവേണ്ടി ഊർജിതമായി അന്വേഷണം മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. സേതു, ശരി. ജോയ്മോൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.